എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ. കർത്താവിൻ്റെ കരുണയെ ഞാൻ പ്രകീർത്തിക്കും. കരുണയുടെ മാതാവിൻ്റെ സഹോദരികളുടെ സഭ, ദിവ്യകാരുണ്യത്തിൻ്റെ സിസ്റ്റർ ഫൗസ്റ്റീന. നോട്ട്ബുക്ക് 3. JMJ. എൻ്റെ കർത്താവേ, എൻ്റെ ഗുരുവേ, അങ്ങേക്ക് നന്ദി. എന്നെ അങ്ങിലേക്ക് അവിടുന്ന് പൂർണ്ണമായും രൂപാന്തരപ്പെടുത്തിയല്ലോ. ജീവിതക്ലേശങ്ങളിലും കഷ്ടപ്പാടിലും എന്നെ അനുഗമിക്കുന്നല്ലോ. ഭയമില്ലെനിക്ക് തെല്ലും അങ്ങൻ ഹൃത്തിൽ വസിച്ചിടുമ്പോൾ. കർത്താവിന് അത്താഴം ഒരുക്കപ്പെട്ടു. ശ്ലീഹരുമൊത്ത് ഈശോ മേശയിൽ ഉപവിഷ്ടനായി. അവൻ്റെ സത്ത സ്നേഹമായി രൂപാന്തരപ്പെട്ടു. എന്തെന്നാൽ അതല്ലോ പരിശുദ്ധ ത്രിത്വത്തിൻ ഉപദേശം. വലിയ ആശയോടെ നിങ്ങളോടൊത്ത് ഭക്ഷിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. ഞാൻ മരണം വരിക്കും മുമ്പായി വിടവാങ്ങാറായി നിൽക്കുന്നു ഞാൻ സ്നേഹമോടെ നിങ്ങൾ തൻ മധ്യേ. അവൻ തൻ നിണം ചൊരിഞ്ഞു, തൻ ജീവൻ നൽകി. അവൻ്റെ സ്നേഹം അനന്തമല്ലോ. അപ്പത്തിൻ രൂപത്തിൽ സ്നേഹം മറഞ്ഞിരിക്കുന്നു. വിടവാങ്ങുന്നെങ്കിലും വസിക്കുന്നു അവൻ നമ്മോടൊത്ത്. വേണമായിരുന്നില്ല ഇത്രമാത്രം ശൂന്യവൽക്കരണം. എങ്കിലും സ്നേഹാഗ്നി ഈ രൂപത്തിൽ അവനെ മറയ്ക്കുന്നു. അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും മേൽ ഉച്ചരിക്കുന്നവൻ ഈ വചനങ്ങൾ: ഇതെൻ്റെ രക്തമാണ്, ഇതെൻ്റെ ശരീരമാണ്. രഹസ്യാത്മകമെങ്കിലും സ്നേഹവചസ്സുകളാണിവ. പിന്നീടവൻ തൻ ശിഷ്യരുടെ ഇടയിൽ ആ കാസ കൈമാറുന്നു. ഈശോ തൻ ഹൃദയത്തിൽ ഏറ്റവും അസ്വസ്ഥനായി പറഞ്ഞു: നിങ്ങളിൽ ഒരാൾ അവൻ്റെ ഗുരുവിനെ ഒറ്റിക്കൊടുക്കും. മൂകരായിപ്പോയി സകലരും, കല്ലറയിലെ മൂകത പോൽ. അവൻ്റെ മാർവിൽ തലചായ്ച്ച് യോഹന്നാൻ ഇരുന്നു. അത്താഴം പൂർത്തിയായി. പോകാം നമുക്ക് ഗത്സമനിയിൽ. സ്നേഹം പൂർത്തിയായി. കാത്തിരിപ്പു അവിടെ ഒറ്റുകാരൻ. ഓ ദിവ്യ തിരുമനസ്സേ, അങ്ങാണ് എൻ പോഷണം, അങ്ങാണെൻ്റെ ആനന്ദം. ഓ നാഥ, ആത്മാക്കൾ അങ്ങയുടെ നന്മയുടെ ഉറവിടം മനസ്സിലാക്കാൻ കരുണയുടെ തിരുനാളിനെ ത്വരിതപ്പെടുത്തണമേ. ദൈവവും ആത്മാക്കളും. ദിവ്യകാരുണ്യത്തിൻ്റെ സിസ്റ്റർ എം. ഫൗസ്റ്റീന. ക്രാക്കോവ്, മാർച്ച് 1, 1937. ഓ സർവശക്തനായ ദൈവത്തിൻ്റെ തിരുമനസ്സ്, അങ്ങൻ ആനന്ദം, അങ്ങൻ സന്തോഷം. എന്നാഥനാം കർത്താന് തരുവതെല്ലാം സ്വീകരിപ്പു ഞാൻ സന്തോഷത്തോടെ, വിധേയത്തോടെ, സ്നേഹത്തോടെ. അങ്ങേ തിരുമനസ്സാണെൻ വിശ്രമം, അതിലല്ലോ എൻ വിശുദ്ധിതൻ നിറവ്. എൻ്റെ എല്ലാ നിത്യരക്ഷയും ദൈവഹിതം നിറവേറ്റുന്നതല്ലോ ഏറ്റവും വലിയ മഹത്വം. ദൈവ തിരുമനസ്സ്, അവിടുത്തെ നിരവധിയായ ആഗ്രഹങ്ങൾ കുറ്റമറ്റതായി എൻ്റെ ആത്മാവ് നിറവേറ്റുന്നു. എന്തെന്നാൽ അവിടുത്തെ ദൈവീകമായ ആഗ്രഹങ്ങൾ അതാണ്. ദൈവം തൻ്റെ രഹസ്യങ്ങൾ ഞാനുമായി പങ്കിടുന്ന നിമിഷങ്ങളിൽ: കർത്താവേ, നിന്റെ ഹിതം പോലെ എന്നോട് ചെയ്യുക. ഞാനൊരു തടസ്സവും പറയുന്നില്ല, ഒന്നും മാറ്റിവയ്ക്കുന്നില്ല. എന്തെന്നാൽ എൻ്റെ മുഴുവൻ ആനന്ദവും എൻ്റെ ആത്മാവിൻ്റെ സ്നേഹവും നീയാണ്. പകരമായി നിന്നിലേക്ക് എൻ ഹൃദയ രഹസ്യങ്ങൾ ഞാൻ ചൊരിയുന്നു. ക്രാക്കോവ്, മാർച്ച് 1, 1937. 3-ാമത്തെ നോട്ട്ബുക്ക്. ദൈവവും ആത്മാക്കളും. എല്ലാ കാലത്തും എല്ലാ സമയത്തും എല്ലാ സൃഷ്ടികളിൽ നിന്നും ദൈവകരുണയ്ക്ക് മഹത്വവും സ്തുതിയും ഉയരട്ടെ. ഓ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, അങ്ങ് എനിക്ക് തരുന്ന കൃപകളെക്കുറിച്ച് എഴുതാൻ അവിടുന്ന് എന്നോട് ആവശ്യപ്പെടുന്നു. ഓ എൻ്റെ ഈശോയെ, എൻ്റെ ആത്മാവിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എഴുതണമെന്ന് എൻ്റെ കുമ്പസാരക്കാരൻ്റെ വ്യക്തമായ നിർദ്ദേശം ഇല്ലായിരുന്നെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു വാക്കുപോലും ഞാൻ എഴുതുമായിരുന്നില്ല. അതിനാൽ ഞാൻ എന്നെപ്പറ്റി തന്നെ എഴുതുന്നെങ്കിൽ അത് വിശുദ്ധ അനുസരണത്തിൻ്റെ നിയമരഞ്ജിതമായ നിർദ്ദേശം മൂലമാണ്.
ഓ പരിശുദ്ധ ത്രിത്വമേ, നിത്യനായ ദൈവമേ, അവിടുത്തേക്ക് സ്തുതിയും മഹത്വവും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ഉള്ളത്തിൽ നിന്ന് ആവിർഭവിക്കുന്ന കരുണ അവിടുത്തെ നീതിയുടെ ക്രോധത്തിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കട്ടെ. അവിടുത്തെ അഗ്രാഹ്യമായ കരുണയുടെ സ്തുതിപ്പുകൾ എല്ലായിടത്തും പ്രതിധ്വനിക്കട്ടെ. ഓ ദൈവമേ, അവിടുത്തെ എല്ലാ പ്രവൃത്തികളിലും അവിടുത്തെ അഗാധമായ കരുണയുടെ മുദ്ര പതിഞ്ഞിരിക്കുന്നു. മാർച്ച് 1, 1937. വൃദ്ധഭാഷണം നടത്തുന്ന ഒരാത്മാവിനെക്കുറിച്ച് കർത്താവിന് എത്രമാത്രം അപ്രീതിയുണ്ടെന്നുള്ളത് അവിടുന്ന് എനിക്ക് മനസ്സിലാക്കി തന്നു. അപ്രകാരമുള്ള ഒരാത്മാവിൽ എനിക്കൊരു വിശ്രമവും ലഭിക്കുന്നില്ല. നിരന്തരമായ സംസാരം എന്നെ മുഷിപ്പിക്കുന്നു. ഈ ബഹളത്തിൻ്റെ എല്ലാം നടുവിൽ ആ ആത്മാവ് എൻ്റെ ശബ്ദത്തെ തിരിച്ചറിയുന്നില്ല. ഞാൻ സ്ഥാപിക്കാനിരിക്കുന്ന മഠത്തിലേക്ക് കർത്താവീശോ അവളെ വിളിക്കുന്നു എന്നതിനുള്ള അടയാളമായി ഒരു പ്രത്യേക വ്യക്തിയെ കണ്ടുമുട്ടുവാനുള്ള അനുവാദം ഇന്ന് ഞാൻ ഈശോയോട് ചോദിച്ചു. ഞാൻ അവളെ കാണുകയും ആ ആത്മാവിന് ദൈവവിളിയുണ്ടെന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്തു. അവളെ കർത്താവ് തന്നെ രൂപപ്പെടുത്താൻ കനിവുണ്ടാകണമെന്ന് ഞാൻ അപേക്ഷിച്ചു. പലപ്പോഴും ദൈവവിളിയെക്കുറിച്ച് ഞാൻ അവളോട് സംസാരിച്ചിട്ടുണ്ട്. കർത്താവ് ബാക്കിയെല്ലാം ക്രമീകരിച്ചു കൊള്ളും. മാർച്ച് 5, 1937. ഇന്ന് ഈശോനാഥൻ്റെ പീഡാനുഭവം വളരെ നേരത്തേക്ക് എൻ്റെ ശരീരത്തിൽ അനുഭവിച്ചു. വേദന വളരെ കഠിനമായിരുന്നു. എന്നാൽ എല്ലാം അമർത്യമായ ആത്മാക്കൾക്ക് വേണ്ടി സമർപ്പിച്ചു. ഇന്ന് കർത്താവ് എന്നെ സന്ദർശിച്ചു. എന്നെ അവിടുത്തെ ഹൃദയത്തോട് ചേർത്തണച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ കൊച്ചു കുഞ്ഞെ, ആശ്വസിക്കുക, ഞാൻ എപ്പോഴും നിൻ്റെ കൂടെയുണ്ട്. മാർച്ച് 8, 1937. ഇന്ന് ഫാദർ ആൻഡ്രാഷിൻ്റെ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ആത്മാവ് എത്ര ഗാഢമായി ദൈവവുമായി ഐക്യപ്പെട്ടിരിക്കുന്നുവെന്നും അദ്ദേഹം കർത്താവിന് എത്ര പ്രിയങ്കരനാണെന്നും ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കി. എല്ലാ ആത്മാക്കളും സാധിക്കുന്നിടത്തോളം ഗാഢമായി ദൈവവുമായി ഐക്യപ്പെടണമെന്ന് ഞാൻ തീവ്രമായി അഭിലഷിച്ചിരുന്നതിനാൽ അതെന്നെ വളരെ സന്തോഷഭരിതയാക്കി. ഇന്ന് പ്രാർത്ഥനാ സമയത്ത് ആ ജോലി, പുതിയ സഭ തുടങ്ങാൻ ശക്തമായ ഒരാഗ്രഹം എൻ്റെ ആത്മാവിൽ നിറഞ്ഞതിനാൽ എൻ്റെ ആവേശത്തെ നിയന്ത്രിക്കാൻ എനിക്ക് സാധിച്ചില്ല. ഓ, ഈ സഭാസമൂഹത്തിലെ ആത്മാക്കൾ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ സന്നിഹിതരായി ദൈവത്തിൻ്റെ അഗാധമായ കരുണയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ലോകം മുഴുവനും വേണ്ടി അവിടുത്തെ അഗ്രാഹ്യമായ കരുണ നിരന്തരം യാചിക്കണമെന്ന് ഞാൻ എത്ര തീവ്രമായി ആഗ്രഹിക്കുന്നു. ഒരു നിഗൂഢമായ ശക്തി എന്നെ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നു.